ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിലൊക്കെ നേതൃസ്ഥാനത്തേക്ക് അവരെയൊക്കെ കൊണ്ടുവന്നു, ഒരു പ്രാതിനിധ്യം കൊടുത്തു എന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അല്ലാതെ ഈ തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഇപ്പോൾ കാസ പോലുള്ള സംഘടനകളൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരിക്കും. ഈ PC ജോർജൊക്കെ കൂടെയുള്ളത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തിട്ടുള്ളതെന്ന് BJPക്ക് അനുഭവത്തിൽ നിന്നറിയാം. സുരേന്ദ്രനൊക്കെ അതുകൊണ്ട് അകറ്റിയാണ് നിർത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ കൂടെ ചേർക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ജോർജ് കുര്യന് പകരം ഷോൺ ജോർജ് ഒരുപക്ഷേ ജനറൽ സെക്രട്ടറി ആകുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നു. ഷോൺ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഒരുപക്ഷേ ഷോൺ വേറെ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുമായിരിക്കും. PC ജോർജിനെ പോലുള്ള രീതിയിലായിരിക്കില്ല ഷോൺ പ്രവർത്തിക്കുക, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗത്തിനൊപ്പം പോകുമോ? അങ്ങനെയില്ല. അപ്പോൾ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഈ NDAയിലേക്ക് കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ കൂടി വലിക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യത കൂടി പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ കേരള കോൺഗ്രസ് ഒരു കാലത്ത് ചിലപ്പോൾ BJPയുമായി അടുത്തേക്കുമെന്നൊക്കെ വിചാരിച്ചതാണല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. അങ്ങനെ സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാഗ്ദാനമോ എന്തെങ്കിലും കൊടുക്കുമോ, അത്തരം രാഷ്ട്രീയം അദ്ദേഹം പ്രവർത്തിക്കുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും വെല്ലുവിളിയാണ്. അതിൽ കുറച്ചുകൂടി വ്യക്തത ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ടീം രാജീവ് ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് വ്യക്തമാണ്.